വെരി ഗുഡ് മോർണിംഗ് ടു യു ഓൾ ഫ്രണ്ട്സ്. അപ്പം ഞാൻ തന്നെ പ്രക്ഷോഭ് എൻ്റെ മുടി ഇങ്ങനെ നോക്കണം കേട്ടോ. കാരണം വേറെ ഒന്നല്ല, എനിക്ക് ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഈ മുടിയുടെ ഇച്ചിരി ഉള്ളു കൊണ്ട്. അപ്പോൾ അത് കാരണം മുടി ഇങ്ങനെ വെട്ടിയേക്കണത്. അപ്പോൾ എന്താ കുറച്ചൊരു ചോദിച്ചായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ആർക്കൊക്കെയാണ് മ്യൂസിക് ഇഷ്ടമുള്ളത്? പാട്ട് ഇഷ്ടപ്പെടാത്തതായിട്ട് എനിക്ക് തോന്നുന്നു ആരും ഉണ്ടാവില്ല, വളരെ ചുരുക്കം വരെ ഉണ്ടാവുള്ളൂ ഇഷ്ടപ്പെടാത്തതായിട്ട്. അപ്പോൾ ഞാൻ ഈ പാട്ടിനെ പറ്റി പറയെങ്കിൽ, പണ്ട് ഇവിടെ എറണാകുളത്ത് നമ്മുടെ മ്യൂസിക് വേൾഡ് ഉണ്ടായിരുന്നു, പ്ലാനറ്റം. മ്യൂസിക് വേൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയണ പോലെ ഈ പറഞ്ഞ ഫുള്ള് അത് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ പുതിയ സിനിമയും ആൽബത്തിൻ്റെയൊക്കെ പാട്ടുകളൊക്കെ എല്ലാം ഇറങ്ങും. അപ്പം ഞാൻ ആ സമയത്ത് എനിക്കൊന്ന് 9th സംതിങ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഞാൻ മിക്ക സമയത്ത് അവിടെ ഉണ്ടോ, കാരണം എപ്പോഴും ഞാൻ കാസറ്റ് മേടിക്കും. എനിക്ക് എപ്പോഴും പാട്ട് കേൾക്കണം. എൻ്റെ റൂമിൻ്റെ അത് മൊത്തം പാട്ടും അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. അപ്പം ഞാൻ ഇത് പറയാമെന്ന് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഐ റേഞ്ച് പോകുമ്പോൾ എനിക്കൊരു ഇതുണ്ട് കേട്ടോ. കാരണം ഐ റേഞ്ച് ഒക്കെ കയറുമ്പോൾ ഞാൻ എപ്പോഴും എ റഹ്മാൻ, ഇളയരാജ, അങ്ങനത്തെ പഴയ തമിഴ് പാട്ട്, അതായത് റോജ, അങ്ങനത്തെ പഴയ 90s മൂവീസ് ഉണ്ട്. എനിക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, 90s കിഡ്സിനൊക്കെ അറിയാൻ പറ്റും. റോജ അങ്ങനത്തെ കുറേ ട്രാക്സ് ഒക്കെ ഉണ്ട്, കാതൽ എന്നൊക്കെ പറയുന്ന മൂവി. അപ്പോൾ ആ ഒരു ട്രാക്സ് ഒക്കെ വെച്ച് ഞാൻ വണ്ടി ഓടിക്കും. എനിക്ക് ഭയങ്കര ഫീലാണത്. കാരണം നമ്മളുടെ ഉദാഹരണം ഇപ്പം നമ്മൾ ഊട്ടിക്കും കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ ചുരമൊക്കെ കയറുമ്പോൾ സംരംഭത്തിലേക്കും ആ ഒരു ഫോഗിൽ, മനസ്സിലായ ഫ്രണ്ട്സ്? ആ ഫോഗിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ ചുരമൊക്കെ തിരിഞ്ഞ് വരുമ്പോൾ ആ സംരംഭത്തിലേക്കത്തിൻ്റെ എത്രയോ ജന്മമായ പാട്ടൊക്കെ കേട്ട് വരുമ്പോൾ ആ ഒരു ഫീലില്ലേ, അത് ഭയങ്കര ഫീലാണ്. അപ്പം ഞാൻ പറയാമെന്ന് വേറെ ഒന്നുമില്ല, മ്യൂസിക് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ എൻ്റെ വൈഫുണ്ട്. കാരണം അവൾക്ക് മ്യൂസിക് ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് എന്ത് സിറ്റുവേഷൻ നമ്മൾ ഏത് പാട്ട് കേട്ടാലും അവൾ ഓക്കെയാണ് വണ്ടിക്കകത്ത്. അപ്പം ഞാനങ്ങനെയല്ല, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുറച്ച് പവർ അടയ്ക്കുമ്പോൾ ഞാൻ ട്രാൻസ് കേൾക്കും, പ്രോഗ്രസീവ് ട്രാൻസ് കേൾക്കും. അല്ലാതെ പ്രാന്തായിട്ടും മൂഡായിട്ട് പവർ അടിക്കുമ്പോൾ മെറ്റലായിരിക്കും, അയൺ മേഡൻ, സ്ലെയർ, അങ്ങനത്തെ പഴയ റോക്ക് ബാൻഡ് അങ്ങനെ കേൾക്കും. അപ്പോൾ അത് ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച്. പക്ഷെ ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യണം പഴയ നമ്മളുടെ ലാലേട്ടൻ്റെ സമയത്തുള്ള 90s, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ ആ സമയത്തുള്ള തമിഴ്, ഹിന്ദി, അങ്ങനെ മലയാളം, ഇതൊക്കെ ഞാൻ അങ്ങനെ കേൾക്കുള്ളൂ. വണ്ടിക്ക് അത് ഫുൾ ആ ട്രാക്ക് ആയിക്കോളൂ. രാത്രി കാലങ്ങളിലും ഈ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും ഇങ്ങനത്തെ ട്രാക്സ് കേൾക്കുള്ളൂ, പണ്ടത്തെ ട്രാക്സൊക്കെ. അപ്പം ഇന്ന് ഞാൻ പറയാൻ വന്ന കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് ഞാൻ പോണത് കടമക്കുടിക്കാണ്. അപ്പം ഞാൻ ഫ്രണ്ട്സ് വേറെ ഒന്നുമല്ല, നിങ്ങൾ റൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പാട്ട് കേൾക്കും, ഏത് ട്രാക്കാണ് നിങ്ങൾ കേൾക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്ക് ആ ട്രാക്ക് എക്സ്പീരിയൻസ് പോകാൻ വേണ്ടി, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഏതൊക്കെ ട്രാക്ക് കേൾക്കുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ആ ഒരു ട്രാക്ക് കേട്ട് പോകാമല്ലോ, അതെന്ത് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞതല്ല, കടമക്കുടി വിശദം വിട്ടുപോയി, കടമക്കുടി. അപ്പം ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കടമക്കുടിക്ക് പോകണം. നമ്മുടെ എറണാകുളത്തെ ചെറിയൊരു ഗ്രാമമാണ്, നല്ല ഭംഗിയുള്ള ഗ്രാമമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് പോകുമ്പോൾ ആ സിറ്റുവേഷനിൽ പറ്റിയൊരു ട്രാക്ക് ഞാൻ അങ്ങനെ പോവുള്ളൂ. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ ഏത് ട്രാക്കാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് സോങ്, ആ സോങ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അടിയിൽ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കടമക്കുടിക്കൊന്ന് പോവാം. അപ്പോൾ കാലാവസ്ഥ കൊള്ളാം. അവിടെ മഴ സമയത്ത് വെള്ളമൊക്കെ പൊങ്ങുമെന്ന് പറയണത് ഞാൻ കണ്ടില്ല, അങ്ങനെ അറിയാൻ പാടില്ല, പോയി ഒന്ന് കാണണം. അപ്പോൾ അവിടെ ഒന്ന് പോവാം. ചെറിയൊരു ഗ്രാമമാണെങ്കിൽ ഒന്ന് അടിപൊളി സ്ഥലമാണ് എറണാകുളത്ത്, നല്ലൊരു സ്പോട്ടാണ് കടമക്കുടി എന്ന് പറയണത്. അപ്പം എല്ലാവരും എൻ്റെ കൂടെ പോകുന്ന കാരണം നിങ്ങളെല്ലാവരും കൂടെ തന്നെ, കാരണം എനിക്ക് നിങ്ങളാണ് എൻ്റെ പവർ, എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ പവർ. അപ്പം എല്ലാവരും എൻ്റെ കൂടെ തന്നെ വേണം. നമുക്ക് നമ്മുടെ ഹെർബിയായിട്ടും റോമ ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് എൻ്റെ മോളെ കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കണം. കാരണം മൺഡേയാണ്, പറഞ്ഞ പോലെ ഡേറ്റിലി ദിവസമാണ്, അതിൻ്റെ എക്സാമൊക്കെയാണ്. അപ്പോൾ അവളെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് വേണം നമുക്ക് തിരിച്ച് കടമക്കുടിക്കൊന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാനുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ വരണം. അതുവരെ വാ, വണ്ടിക്കകത്ത് കയറിക്കോ, നമുക്ക് പോവാം. അപ്പോൾ രാവിലെ മാർത്തേനെ സ്കൂളിലാക്കിയിട്ട് വേണം നമുക്ക് നമ്മളുടെ കാല പരിപാടികളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ പോണ സമയത്ത് അവൾക്ക് ബിസ്ക്കറ്റ് വാങ്ങാമെന്ന് പറഞ്ഞ്, അങ്ങനെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് നേരെ ആലുവ രാജഗിരി ജീവാസ് അവളുടെ സ്കൂളിലെത്തി. അങ്ങനെ സ്കൂളിലെത്തുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ലേറ്റായി, എന്നാലും കുഴപ്പമില്ല, പിള്ളേരൊക്കെ വന്നേ ഉള്ളൂ. അപ്പോൾ നേരെ വണ്ടി പറഞ്ഞു മാത്താ എല്ലാവരും ബൈ പറ. ഇത് ബാഗ് മതിയൊക്കെ മാത്രം അപ്പോ എവിടെ ടാറ്റാ. പിന്നെ അവിടെ നിന്ന് നേരെ വരാപ്പോടെ പിടിച്ച്
വരാപ്പുഴ വരുമ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ഈ മാർക്കറ്റ്, ചെട്ടിഭാഗം മാർക്കറ്റ്, നല്ല പുഴമീനും ഇതൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. കിഡിലും സ്പോട്ടാണ്. കാരണം പണ്ട് ഞാൻ എൻ്റെ അമ്മാമ്മയായിട്ട് വരുമ്പോൾ ഇവിടുന്ന് മീനൊക്കെ മേടിച്ചിട്ട്, പണ്ടല്ല ഇപ്പോഴും ഞാൻ വന്ന് മേടിക്കാറുണ്ട്. എല്ലാം നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ ഈ വരാപ്പുഴയിൽ പണ്ട് വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കടത്തൊക്കെ കടന്നായിരുന്നു വരേണ്ടത്. എൻ്റെ അമ്മൂമ്മയായിട്ട് ഞാൻ വന്ന സമയത്ത് ഒരു ചെറിയ കടത്തുണ്ട് ഇവിടെ. അപ്പോൾ ഈ കടത്തൊക്കെ കടന്നിട്ടാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് റോഡും ഇതൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എത്തും. പണ്ട് ഈ വരാപ്പുഴയിലൊക്കെ പോകുന്ന പറയുമ്പോൾ ഭയങ്കര ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പോവാം എപ്പം. പക്ഷെ അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലമൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ കടമക്കുടിയിൽ വന്നിരിക്കണത് എൻ്റെ ഫാദറിൻ്റെ ഒപ്പമാണ്. കാരണം ഡാഡി അന്ന് ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല നാടൻ താറാവ് കിട്ടും. അപ്പോൾ ഈ നാടൻ താറാവ് വാങ്ങാൻ വേണ്ടി അപ്പം വരും ഇവിടെ. ഈ വന്ന റൂട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടമക്കുടിയിൽ കുഞ്ഞു കുഞ്ഞു വഴികളാണ് കടമക്കുടിയിൽ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ നാട്ടിൻപുറം നാട്ടിൻപുറമൊന്നുമല്ല, എന്നാലും ചെറിയ ചെറിയ വഴികളിൽ കൂടിയൊക്കെയാണ് കടമക്കുടി എത്തുന്നത്. അപ്പം അന്ന് ഇത് കടമക്കുടിയാണെന്ന ഒന്നും നമുക്കറിയാൻ പാടില്ല. നല്ല രസമുള്ള സ്ഥലം എന്ന് മാത്രമേ അറിയാൻ പാടുള്ളൂ. പണ്ട് ഞാൻ പറഞ്ഞ കടത്തൊക്കെ കടന്ന് വരുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന ഫീല് ഇന്ന് ആ ഫീല് കിട്ടാറില്ല. പക്ഷെ ഇപ്പോഴും ആ കടത്ത് കടന്ന് വന്ന സംഭവം ഉണ്ട്. ഒരു കടത്തുണ്ട് അവിടെ. പക്ഷെ ഞാൻ ഇന്ന് വന്നേക്കണത് കടന്നല്ല, പാലം ത്രൂന്ന് വന്നേക്കണത്. കാരണം കടത്ത് കിടക്കാൻ പോയപ്പോൾ നമ്മുടെ റോമയ്ക്ക് വല്ല പേടി, കാരണം മഴയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നേരെ പക്ഷെ ആ രസമുണ്ട്. ആ കടത്ത് കടന്ന് വന്നെന്ന് പറഞ്ഞ രസമുണ്ട്. ഒരു 3 വണ്ടി കയറും കാർ. അങ്ങനത്തെ ഒരു ചെറിയ കടത്താണ്, ചെറിയൊരു ജങ്കാറ്, കുഞ്ഞ് ജങ്കാറാണത്. അപ്പോൾ നമ്മൾ അതൊക്കെ കടന്നാണ് വന്നത്. കാരണം നമ്മുടെ ആസ്റ്റർ കോതാട് വഴി വന്നിട്ട് അവിടെ കടത്ത് കിടക്കണത്. അവിടെ നിന്ന് നേരെ നമ്മൾ വരാപ്പുഴയിലേക്ക് ക്രോസ് ചെയ്യാം. നമുക്ക് മറ്റേ ബ്ലോക്കൊക്കെ ഒഴിവാക്കി വരാം. നമുക്ക് നേരെ മറ്റേ ചുറ്റി വരണ്ട, നമുക്ക് നേരെ ഈ കടത്ത് കിടന്നാൽ മതി. അപ്പം അങ്ങനെയും വരാം ഈ കടമക്കുടിയിലേക്ക്. കാരണം ഈ പറഞ്ഞ സ്പോട്ടൊക്കെ നല്ല രസമാണ് വരാണ്ട്. ഈ കടത്ത് കിടന്ന് ആ വെള്ളത്തൂടിയൊക്കെ വരാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ പാലം ഇപ്പം നമ്മൾ കടത്ത് കിടന്നില്ല, പറഞ്ഞ പോലെ പാലം വഴിയൊക്കെ വന്ന് നേരെ കടമക്കുടി നമ്മൾ പയ്യെ കയറിയേക്കണാണ്. അങ്ങനെ കടമക്കുടി കയറിയപ്പോൾ ഈ വണ്ടി നമുക്ക് എടുക്കാനുള്ള സംഭവങ്ങൾ, കാരണം അവിടെ ബ്ലോക്കാവും. അപ്പോൾ വന്ന വഴിക്ക് സൈഡിലൊക്കെ നിറയെ കൊക്കുകളും പിന്നെ നീർക്കാക്കയും. ഞാൻ ഈ കാണുന്ന സ്പോട്ടാണ് കേട്ടോ ആ നാടൻ താറാവിന് കിട്ടുന്ന സ്ഥലം. നല്ല കിഡിലും താറാവിന് കിട്ടുക. അപ്പോൾ പണ്ട് എൻ്റെ അപ്പനോടെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഡാഡി കുറച്ച് മുന്നിട്ടുമ്പോൾ ചെറിയ കള്ള് ഷാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടൊക്കെ ചെറുത് കള്ളൊക്കെ അടിച്ചിരിക്കാറുണ്ട് അവിടെ. എങ്കിൽ അവന് രസമുണ്ടല്ലോ നമ്മുടെ നാടൻ വൈബ്. അപ്പോൾ ഈ സ്പോട്ടിലേക്ക് വന്നപ്പോൾ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചാറ്റൽ മഴയൊക്കെ ആസ്വദിച്ച് ഞാൻ നോക്കിയപ്പോൾ കുറേ ചേട്ടന്മാരവിടെ നിന്ന് മീൻ പിടിക്കണ്ടായിരുന്നു. ഭയങ്കര സൈലൻ്റ് കേട്ടോ. കാരണം ഞാൻ രാവിലെ വന്നേക്കണോണ്ട് എനിക്കൊന്നും ആരും ഇല്ല, വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അവിടെ. അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരമൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് കുറേ വണ്ടികളൊക്കെ സൈഡിൽ ഉണ്ടാകേണ്ടതാണ്. എനിക്കൊന്ന് വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ നേരെ പോയി. എനിക്ക് ഇങ്ങനെ ചൂണ്ടിടണമെന്നുള്ള ഒരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ചൂണ്ടിട അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ ആ പണിക്കൊന്നും പോയില്ല, ചൂണ്ടയും ഉണ്ടായില്ല. പോണ വഴിക്ക് 2-3 കപ്പിൾസൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം അവർക്കാണെങ്കിലും നല്ല സുഖം, കാരണം ആരും ഡിസ്റ്റർബ് ചെയ്യാനൊന്നുമില്ല. ഇതാക്കാണ്ട് സ്പോട്ടാണ് കള്ള് ഷാപ്പ്. അപ്പോൾ കള്ള് ഷാപ്പ് കള്ളൊക്കെ കുടിക്കാൻ കയറിയൊന്നുമില്ല, കാരണം നമ്മൾ കള്ള് കുടിക്കാനുള്ള മൂഡിലല്ല വന്നേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആസ്വദിക്കാൻ വന്നതാണ്, ആ ഒരു ഗ്രാമീണ ഭംഗി ഒക്കെ ആസ്വദിക്കാൻ വന്നേക്കണം. അപ്പോൾ നോക്കിയപ്പോൾ ആ അറ്റത്ത് നല്ല മഴയുണ്ട് കേട്ടോ. കാരണം നമുക്കത് കാണുമ്പോൾ അറിയാം, നല്ല അത്യാവശ്യം നല്ല മഴയുണ്ട് അറ്റത്ത്. അപ്പോൾ ഈ നല്ല സൈസുള്ള കൊക്കുകളാണ് ഉള്ളത്. കുഞ്ഞു കുഞ്ഞു കൊക്കല്ല. ഞാൻ കൊക്കുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരുമാതിരി അത് അത്യാവശ്യം സൈസുള്ള സാധനങ്ങളെല്ലാം. അപ്പോൾ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് മീൻ പിടിച്ചൊക്കെ നിൽക്കുന്നതാണ് കൊക്കുകൾ. നല്ല പ്ലസൻറ്റ് ടൈം കേട്ടോ. എനിക്കൊന്ന് രാവിലെ ഉണ്ടായിരിക്കണം ആ ഒരു ഫ്രഷ്നെസ്, ഭയങ്കര ചെറിയൊരു ഫോഗി പോലത്തെ ഒരു മൂഡ്, അങ്ങനെ നല്ലൊരു പ്ലസൻറ്റ് ടൈം. അപ്പോൾ സൈഡിലെ കടയൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ നമ്മളെങ്കിൽ നമുക്കൊരു ചായ കുടിക്കാമായിരുന്നു. പക്ഷേ നമ്മൾ തുറക്കാത്തതുകൊണ്ട് അവിടെ തന്നെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ വഞ്ചി തുഴഞ്ഞ് പോകണം. ഞാൻ എപ്പോഴും ഓർക്കുന്ന കാര്യമുണ്ട്, ഈ വഞ്ചി തുഴയണ വഞ്ചി എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമുണ്ട്. കാരണം പണ്ട് ഞാൻ വഞ്ചിന്ന് വീണിട്ടുണ്ട് വെള്ളത്തിലേക്ക്. വലിയ ആഴൊന്നുണ്ടായില്ല, എന്നാലും വഞ്ചി അന്ന് ട്രിപ്പ് കിട്ടിയാണ് പേടി. ഈ ചെറിയ വഞ്ചി സ്പെഷ്യലി. ഈ ചേട്ടന്മാരൊക്കെ സിമ്പിളായിട്ട് തുഴഞ്ഞു പോകണം, സമ്മതിക്ക് കൊടുക്കണം. ആ ചേട്ടൻ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നതിനെ കണ്ട് നേരെ നോക്കിയപ്പോൾ ഒരു നീരുനായ അവിടെ നിന്ന് ഒരു പാമ്പിനെ പിടിക്കുന്ന സംഭവം ഉണ്ടായിട്ടോ. അത് ഞാൻ എടുത്ത്, പക്ഷേ ശരിക്കും കിട്ടിയില്ല. അത് ഒരു ചെറിയൊരു പാമ്പിനെ, നീരുനായല്ല, കൊക്ക്. അപ്പം ഞാൻ ഈ കൊക്കിനെ നോക്കിയപ്പോൾ ആ കൊക്ക് അത്യാവശ്യം ഒരു പാമ്പിനെയൊക്കെ പിടിച്ച്
അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ചെക്കൻ ഒരു ചേട്ടൻ അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യേണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്ത് ബക്കറ്റിൽ മീൻ പിടിക്കുക എന്തോ സാധനം ചെയ്യേണ്ടത്. ആ ചേട്ടന് വലിയ പേടിയൊന്നുമില്ല. അവൻ ആ സൈഡിൽ നിന്നിട്ട് പാമ്പനെ പിടിക്കാൻ. എന്നാൽ കാണുമ്പോൾ ഞാൻ നോക്കിയപ്പോഴേ വർക്കൗട്ട് സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആർക്കാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാം, അങ്ങനത്തെ ഒരു മൂടൊക്കെ ഈ സൈഡിൽ ഫുള്ള് എനിക്ക് ടൂറിസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയിട്ടൊക്കെ. അപ്പോൾ ഈ ഒരു ചേട്ടൻ അവിടെ നിന്ന് തുഴഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ കയ്യിൽ എന്തോ ഒരു വലയാ എന്തോ ഒരു സാധനമുണ്ട്. ഈ ചേട്ടൻ അവിടെ തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ചേട്ടൻ ഇങ്ങനെ അറ്റത്തന്നെ തുഴഞ്ഞു വഞ്ഞാണ്. ഇപ്പോൾ പുള്ളി ഇന്നലെ ഈ കാര്യം ഞാൻ പറഞ്ഞത്, ആ പാമ്പിനെ പിടിച്ചിട്ട് ഈ ചേട്ടനൊരു കൂസലില്ല, അത് പാമ്പാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ഇത് കണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. കാരണം അവർക്ക് വല്ല സംഭവമൊന്നുമില്ല. ഈ കൊക്ക് ആ പാമ്പിനെ പിടിച്ചാലും പാമ്പ് കൊക്കിനെ പിടിച്ചാലും അവർക്ക് വല്ല സീനൊന്നുമില്ല. അവർ സുഖമായിട്ട് ആ സൈഡിൽ നിന്ന് അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. പകരം നമ്മളൊക്കെ നമ്മൾ ആ സ്പോട്ട് അവിടെ നിന്ന് വിട്ടോളി. ഞാനൊക്കെ ആണെങ്കിൽ ഓടി അവിടെ കരക്ക് എപ്പൊക്കെ ഇരുന്ന് വെച്ചാൽ മതി. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് നേരെ ഈ വീടാണെന്ന് എന്താ എനിക്ക് അറിയാൻ പാടില്ല. ഈ പുള്ളി നേരെ വന്നിട്ട് എനിക്കൊന്ന് അവരുടെ ഈ വലയും സാധനങ്ങളൊക്കെ വെക്കണ ഒരു സ്പോട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടിട്ട് നല്ലൊരു മൂഡ് സംഭവം, പഴയ ഒരു വീട് സെറ്റപ്പ്. പക്ഷെ ആ വീട്ടിലാരെയും കണ്ടില്ല. എനിക്കൊന്ന് ചേട്ടൻ്റെ വീടാണെന്ന് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ ചേട്ടനൊരു വല എടുക്കണ്ടായിരുന്നു. വലയാണ് എന്താണെന്നൊരു ചെറിയൊരു സാധനം. ആ സാധനം എടുത്തിട്ട് ഈ ചേട്ടൻ നൈസായിട്ട് കരയിൽ കയറി ആ ചേട്ടൻ എന്തൊക്കെ കെട്ടിയിടണ്ടായിരുന്നു അവിടെ. നമുക്കത് എനിക്കത് അറിയാത്ത ആളുകൊണ്ട് വലിയ പിടുത്തം കിട്ടിയില്ല എന്താ പുള്ളി കാണിക്കണമെന്ന്. അങ്ങനെ പുള്ളി ഈ സാധനമൊക്കെ കെട്ടിക്കൊന്ന് ഈ കെട്ട് പൊട്ടിക്കാണ്ട് അവിടെ കൊണ്ട് മീൻ പിടിക്കാനാണോ അതിൻ്റെയൊക്കെ സീനാണ് തോന്നുന്നത് കേട്ടോ. പുള്ളി നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് പുള്ളി ആ അറ്റത്ത് പോകുന്നുണ്ട് ഇത് കെട്ടാനായിട്ട് നമുക്ക്. അപ്പം ഞാൻ ഇത് കുറച്ച് നേരം നോക്കി കേട്ടോ, എന്താ ഈ ചേട്ടൻ കാണിക്കണമെന്ന് നോക്കിയിട്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. ഇതിനെപ്പറ്റി അറിയണവർ ഒന്ന് കമൻറ്റ് ചെയ്യണോടെ എന്താ ഈ ചേട്ടൻ കാണിക്കണമെന്ന്. കാരണം ഇത് എനിക്കറിയാൻ പാടാത്തതുകൊണ്ടാണ് എനിക്ക് ഇത് പറയാൻ പറ്റാത്തത്. ഇതറിയാൻ ടീം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്കറിയാൻ പറ്റുമല്ലോ. അറിയാൻ വേണ്ടിയാണ് സംഭവം എന്താ കാണിക്കണമെന്ന്. ഈ ചേട്ടൻ അറ്റത്തേക്ക് പോയിട്ട് ഈ ചേട്ടൻ ഈ വല എന്തോ കെട്ടണം എന്തോ ചെയ്യേണ്ട അവിടുന്ന്. അപ്പോൾ ഞാനോടത്ത് ഈ സാധനം കെട്ട് പൊട്ടിക്കുമ്പോൾ മീൻ അതായിരിക്കണം മിക്കവാറും മീൻ വന്ന് കയറാൻ വേണ്ടി ആയിരിക്കണം ആ ചേട്ടൻ അങ്ങനെ ചെയ്യണത്. പക്ഷേ അവരെല്ലാം കണ്ടോ സുഖമായിട്ട് ആ ചേട്ടൻ അവിടെ നിന്ന് ഒരു സ്ഥിരം ചെയ്യുന്ന പണിയായതുകൊണ്ട് പുള്ളിക്കൊക്കെ അത് നമുക്കൊന്നും ചിന്തിക്കാനേ പറ്റില്ല കേട്ടോ എങ്ങനെ ചെയ്യാനായിട്ട്. എനിക്ക് പറ്റില്ല, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്കത് നടപടി അറിയിക്കുന്ന സംഭവങ്ങളൊന്നും. അപ്പം ഞാൻ ഇത് കുറേ നേരം നോക്കിയെന്ന് വെച്ചാൽ ചേട്ടൻ എന്തൊക്കെയാണെങ്കിൽ പകരം മറ്റേ ചേട്ടൻ അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ എന്തോ മീനെ പിടിക്കുന്ന സംഭവം നോക്കിയാണ് കെട്ടിയിടണത്. അങ്ങനെ ചേട്ടൻ തിരിച്ച് സുഖമായിട്ട് ചേട്ടന് എനിക്കൊന്ന് ചേട്ടൻ സ്ഥിരമായിട്ട് ചെയ്യണതുകൊണ്ട് ആ ചേട്ടന് വലിയ സംഭവങ്ങളൊന്നുമില്ല. മറ്റേ ചേട്ടൻ അപ്പുറത്ത് നിന്ന് സുഖമായിട്ട് ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ സ്ഥിരം പണിയായതുകൊണ്ട് അവർക്ക് വലിയ അതൊന്നുമില്ല. പക്ഷേ ഈ ചേട്ടൻ എന്തിട്ടിട്ട് ചേട്ടൻ രണ്ടാമത് കയറി നേരെ കരയൊക്കെ വന്ന് കയറുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ കാണിക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കണമായിരുന്നു. പക്ഷേ ഇത് കുറേ കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ അവിടെ ഈ സാധനം അവിടെ വെച്ചിട്ട് എന്ത് വലിക്കുന്നുണ്ട് ചേട്ടൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം വല തന്നെയാണ് സാധനം. പക്ഷേ മീനൊന്നും കണ്ടുമില്ല. അപ്പോൾ എന്താ കാണിക്കുമെന്നും മനസ്സിലായില്ല. അവിടെ നിന്ന് നേരെ ഞാൻ നടന്ന് അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോഴേ ഇവിടെ ടൂറിസ്റ്റിന് പറ്റിയൊരു സാധനം കേട്ടോ. നമുക്ക് ഈ ബോട്ട് റൈഡും അങ്ങനത്തെ കുറച്ച് വാട്ടർ സ്പോർട്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതിനുവേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് ഇവിടെ. ഇത് വന്ന് എക്സ്പ്ലോർ ചെയ്യണം. പക്ഷെ ഞാൻ ചെന്ന സമയത്ത് ആരും കണ്ടില്ല. കാരണം എനിക്കൊന്ന് ആരും ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഓപ്പണിംഗ് ആയിട്ടില്ല. ഈ വഴിയാണ് പോകേണ്ടത്. നേരെ അവിടെ അവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അവരോട്. അപ്പോൾ അവിടെ ആരും കണ്ടില്ല. ഞാൻ നേരത്തെ എത്തിയേക്കണത് അതുകൊണ്ടായിരിക്കും അവിടെ ആരെയും കാണാത്തതുകൊണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റിന് വേണ്ടിയുള്ള വാട്ടർ സ്പോർട്ടും ഗെയിംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ പയ്യെ നോക്കി. അപ്പോൾ കുറച്ച് ചേട്ടന്മാർ കക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. കക്ക പറഞ്ഞിട്ട് ഇപ്പുറത്ത് കുറച്ച് നോക്കിയപ്പോൾ കള്ള് ഷാപ്പ് ചെറുതടിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ കൊണ്ട് നടപടിയാവില്ല. കാരണം പോട്ടെ വേറെ ദിവസമാകാമെന്നുള്ള മൈൻഡിൽ ഞാനത് വിട്ടുപിടിച്ച്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് പട്ടിക്കുട്ടികളവിടെ ഉണ്ട് കേട്ടോ. അവന്മാർ ഇത്തിരി സീനാണ്. അപ്പോൾ അവന്മാർ അവിടെ കിടന്ന് അലമ്പായിരുന്നു കുറച്ച്. അപ്പോൾ അതൊന്ന് നോക്കിയേക്കുക, വന്നവരൊക്കെ അതൊക്കെ നോക്കിയേക്കുക. പട്ടിയുടെ കുറച്ച് ശല്യങ്ങളവിടെ ഉണ്ടായിരുന്നു സംഭവം. അവിടെ നിന്ന് നേരെ നാം വിട്ട്. കാരണം പിന്നെ നോക്കി കുറച്ച് ചേട്ടന്മാർ കുറേ പേര് മീൻ പിടിക്കണ്ടായിരുന്നു കേട്ടോ. കുറേ മീനും കിട്ടണ്ടായിരുന്നു കുറേ പേർക്ക്. അപ്പോൾ അല്ലാതെ 2-3 കപ്പലൊക്കെ ഉണ്ടായിരുന്നു. അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ മീൻ പിടിക്കാനും പോയില്ല, കപ്പലായിട്ട് ഇരിക്കാനും പോയില്ല. ആ മൂടൊന്നും കാണിച്ചില്ല. നേരെ അവിടെ നിന്ന് പോയപ്പോൾ അതെ പിന്നെ ഞാൻ വലയിടുന്ന കേസ് കണ്ട് ചേട്ടന്മാർ എല്ലാ സൈഡിലും വലയിട്ട് വെക്കണ ചേട്ടന്മാർ കൊണ്ട് രാവിലെ വലയിടുന്നുണ്ട്. ചിലർ മീൻ പിടിക്കണം. അപ്പോൾ മീൻ ഉറപ്പാണ്. കാരണം ഞാൻ കുറേ മീൻ പിടിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ മീനെ തന്നെ കിട്ടിയേക്കണത്. അവിടെ നിന്ന് നേരെ ഞാൻ വരാപ്പുഴ ഭാഗത്തേക്ക് പോയി. വരാപ്പുഴ വെച്ചെങ്കിൽ അവിടെ വരാപ്പുഴ ബസ്സിലേക്ക് ഉണ്ട്.
സെൻറ്റ് ജോസഫ്. പഴയ ബസിലിക്കയാണ്. 1673 ആയിട്ടാണ് ആ ബസിലിക്ക ബിൽഡ് ചെയ്തേക്കുന്നത്. കാരണം എൻ്റെ അമ്മൂമ്മയുടെ സ്ഥലമാണ് വരാപ്പുഴ. അപ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മകളുണ്ട് ഇവിടെ, എൻ്റെ അമ്മൂമ്മ എന്നെ കൊണ്ടുപോയേക്കണേക്കാം. അങ്ങനെ ഈ ബസ്സിലേക്ക് കണ്ട് അവിടുത്തെ ഇതൊക്കെ ആസ്വദിച്ച് നിന്ന് കുറേ നേരം. പിന്നെ ഞാൻ അവിടുത്തെ വീട്ടിലേക്ക് പോയേക്കാം. അപ്പോൾ ഇങ്ങനെ അച്ഛനാണ് വന്നത്. അച്ഛനെ നോക്കി ഇങ്ങനെ, എന്താ പള്ളിയിൽ കയറാത്തവനെ നീ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് കണ്ടാന്ന് വെച്ച് നോക്കി. അങ്ങനെ അവിടെ നൈസായിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ എല്ലാ വരാപ്പുഴയൊക്കെ ആസ്വദിച്ചത് ഈ കുഞ്ഞി ജങ്കാർ. അപ്പം ജങ്കാറിൽ പോയില്ല, നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടേക്ക് കെയർ.